മലയാളി കുടുംബങ്ങളെ കള്ള് ഷാപ്പ് രുചിക്കൂട്ടുകളിലേക്ക് അടുപ്പിച്ച പ്രധാനപ്പെട്ട ഒരാളാണ് നടനും അവതാരകനും ഒക്കെ ആയിട്ടുള്ള NK കിഷോർ. ഷാപ്പിലെ രുചി തേടിയുള്ള യാത്രകളുടെ അനുഭവ സമത്വമായി കിഷോറേട്ടൻ ഇപ്പോൾ ഒരു ഷാപ്പ് തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം അമരവിളയിലാണ് ഈ കള്ള് ഷാപ്പ്. അമരവിളയിലെ ഷാപ്പ് രുചികൾ തേടിയാണ് റൈഡിംഗ് റിപ്പോർട്ടറിന്റെ അടുത്ത യാത്ര. നമ്മളിപ്പോൾ നിൽക്കുന്നത് അമരവിള ചന്തയിലാണ്. ചന്തയിൽ എന്താ കാര്യമൊന്നുമല്ലേ, ഇപ്പം എൻ്റെ അടുത്തൊരു കക്ഷി കൊണ്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. കിഷോറേട്ടൻ്റെ കപ്പലിൻ്റെ നിന്ന് തുടങ്ങാം. കിഷോറേട്ടാ നമസ്കാരം. അപ്പം നമ്മുടെ രണ്ടാമത്തെ പ്രസ്ഥാനമാണ് സ്വന്തം പ്രസ്ഥാനം ഷാപ്പിലെ കറി നാവിലെ രുചി. ഫേമസ് പേരാണ്. ആ പേരിനെ പോലെ ആർക്കും പരിചയപ്പെടുത്തണ്ട. മലയാളികളെ ഷാപ്പിലേക്ക്, കുടുംബങ്ങളെ ഷാപ്പിലേക്ക് എത്തിച്ചത് കിഷോറേട്ടൻ്റെ ആ പരിപാടിയാണ്. ആ പേര് തന്നെയാണ് കിഷോറേട്ടൻ്റെ ഈ ഷാപ്പിലിട്ടേക്കുന്നത്. ഷാപ്പിലാണെങ്കിലും ഏത് കള്ളല്ല ഇവിടുത്തെ ഭക്ഷണമാണ് മെയിൻ. ഏറ്റവും വലിയ വിഭവങ്ങൾ അതാണ് മെയിൻ. നമ്മൾ നെയ്യാറ്റിക്കരയിൽ നിന്ന് തൊട്ടടുത്ത് ജസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ 1 കിലോമീറ്റർ അമരവിള ചെക്ക് പോസ്റ്റിന്റെ പഴയ അമരവിള പാലം. ഇവിടെ വൈകുന്നേരം നല്ല ഫ്രഷ് മീനെ കിട്ടും. ചന്തയുടെ തിരക്കും കൂടിയാണ്. പിന്നെ നമുക്ക് ഇവിടെ തന്നെയാണ് പ്രധാനപ്പെട്ട സാധനം. ആളാണ് നമ്മുടെ മീൻ മുതലാളി. വരികട്ട് ഭയങ്കര മുതലാളിയാണ്. എനിക്ക് 100 രൂപ ചൂര എന്നിട്ട് 150 രൂപ എന്തെന്ന് വാങ്ങിയതാ. നല്ല പച്ച മീൻ കേട്ടോ. വിഴിഞ്ഞം കടപ്പുറം, വിഴിഞ്ഞ പള്ളം, ഇപ്പുറം സ്ഥലമൊക്കെ ഇവിടെ നിന്ന് വളരെ കുറച്ച് ദൂരേ ഉള്ളൂ. ഫ്രഷ് സാധനം കിട്ടും. നല്ല ചൂര, നല്ല ചാൻസാണ്. പിടയ്ക്കുന്ന മീനെന്ന് പറഞ്ഞോടി. പിടയ്ക്കുന്ന മീനാണെന്ന് പറഞ്ഞോടിക്കും. പിന്നെ ചൂര ചത്തിട്ട് 1.5 ദിവസമായി. അവിടെ തന്നെ കേട്ടാ. നിങ്ങൾക്ക് വിശ്വസതയോടെ വാങ്ങിച്ചു കഴിക്കാം. ഇന്ന് കഴിച്ചിട്ട് നാളെ നിങ്ങൾ ഞങ്ങളെ തിരക്കി വരും. ഞങ്ങളുടെ കച്ചവടത്തിന്റെ ഇന്ന് കഴിച്ചിട്ട് നാളെ തിരക്കി വരുമെന്ന്. കാര്യം എന്താ അറിയാം, മെനിയാന്നത്തെ മീനാണെന്ന് പറയാം. അന്നത്തെ തന്നെ പറയും. ഇവിടത്തെ മീന് കൂടുതലും കിഷോറേട്ടൻ തന്നെയാണ് വാങ്ങിക്കുന്നത്. സ്ഥിരം കസ്റ്റമർ. എന്നിട്ടാണ് ഇങ്ങനെ പറയണത്. എന്തോ അർത്ഥം പറ്റും പറച്ചിലാണ്. ഞണ്ട്, കൊഞ്ച്, കണവ എല്ലാം നല്ല പച്ചക്കറി കിട്ടും. കൊഞ്ചും ഞണ്ടൊക്കെ ഇരിപ്പുണ്ട്. നല്ല ഇനെന്ത് പേര്? ചേവലക്കഞ്ചിന് പ്രത്യേകിച്ച് പേരുമല്ലോ പറയുന്നുണ്ട്. അങ്ങനെ പേരില്ല. തക്കാളി കൊഞ്ച്, തക്കാളി, നാരൻ, തീയൽ കൊഞ്ച്, ചെറുത്, പിന്നെ ടൈഗർ. ടൈഗർ മറ്റേ വലുത് നമ്മള് മനസ്സിലാണ്. ഇത് നമ്മള് പെരട്ടിനൊക്കെ അടിപൊളിയായിരിക്കും. നാണം വന്നോ? പബ്ലിസിറ്റി ഇഷ്ടമില്ലാത്ത ഇങ്ങനെ പറയുമ്പോ കൂടുതൽ നോക്കും. പബ്ലിസിറ്റി ഇഷ്ടമല്ലാത്ത അടുത്ത ചേച്ചി ഭയങ്കര വിഷയം. നല്ല പച്ച നോക്കി അറിയാം. അറിയാല്ലേ? പിന്നെ നമ്മള് ചെവള പൊളിച്ച് നോക്കണം. അത് അറിയാം ഫ്രഷ് ആണോ. ഓ വേണ്ടെന്നത് ചേച്ചി ചെറയാണ്. ഫ്രഷ് മീനെന്നാ പറഞ്ഞത്. ആളുകൾക്ക് കൂടെ പറഞ്ഞു കൊടുക്കണ്ടേ. ഫ്രഷ് അല്ലെങ്കിൽ കുത്തി നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കൂല. അതിനകത്തുള്ള അപ്പൊ ഇനി നമുക്ക് ഷാപ്പിലേക്ക് കയറിയാലോ? ഷാപ്പിലോട്ട് പോവാം. അപ്പൊ ഇതാണ് കിഷോറേട്ടന്റെ ഷാപ്പിലെ കറിയും നാവിലെ രുചിയും. ഇനി കുറച്ച് കാര്യങ്ങളൂടെ ചെയ്ത് തീർക്കാനുണ്ട്. ഇതിപ്പോ കുറച്ച് മാസമല്ലേ ആയല്ലോ കേട്ടോ തുടങ്ങിയിട്ട്. 2 മാസമായതേ. 2 മാസമായിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ തന്നെ ആംബിയൻസ് ഒക്കെ സെറ്റപ്പാ. സ്ഥലമാണ്. പിന്നെ നമ്മൾ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട്. ഫുഡൊക്കെ നമ്മൾ തുടങ്ങിയ സമയത്ത് കുറച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഇത് സർവീസിൻ്റെ ഇതെല്ലാം ഇപ്പോഴൊന്ന് റെഡിയായ ഒരു മാസത്തോളം ഒരു ഫുൾ സെറ്റായി. അപ്പോൾ ഒരു കാര്യം ചെയ്യേ, ഞാൻ ഇതൊക്കെ കൊണ്ട് അടുക്കളയെ കൊടുത്തു ഇവിടെയൊക്കെ ഒന്ന് നോക്കി കാണാം. കണ്ടിട്ട് നമുക്ക് നമുക്ക് ശരി സെറ്റ്.
അപ്പോൾ നമ്മൾ വന്ന സ്ഥലത്തിൻ്റെ പ്രധാനപ്പെട്ട ആകർഷണ സ്ഥലം ഇതാണ്, കിച്ചൺ. ഇതാണ് നമ്മൾ അന്വേഷിച്ച് നടന്ന സ്ഥലം. കിഷോറേട്ടൻ ഇവിടെ ഉണ്ട്, പിന്നെ നമ്മുടെ മെയിൻ കുക്ക് ലാലേട്ടൻ ഇവിടെ ഉണ്ട്. ലാലേട്ടൻ നമസ്കാരം. ഇന്ന് എന്തൊക്കെയാണ് വിഭവങ്ങൾ? നമസ്കാരം. ആ, എന്നാലും വൈകുന്നേരം ഒരു തിരക്ക് വരും. ഇതിപ്പോ മണി 6-6:30 എല്ലാവരും ഓഫീസിൽ നിന്നൊക്കെ പോയിട്ടൊക്കെ ഇത് വീട്ടിൽ നിന്ന് ഒന്നുകൂടെ ഇറങ്ങും. ആ സമയത്തുള്ള ഇതൊക്കെ ഫ്രൈ കണവ, ഇത് മീനുള്ള കരിമീന്, ഇത് മൊയിലാണ് ഇന്നത്തെ സ്പെഷ്യൽ. അടിച്ചു കഴിഞ്ഞു. അജീഷ് വരുന്നത് പ്രമാണിച്ച് നേരത്തെ അടിച്ചു. പിന്നെ ഇതിന് ഇങ്ങനെ ഒരു കള്ളത്തരക്കട ഉണ്ട് കേട്ടോ. നമ്മൾ ആരെങ്കിലും ഷൂട്ടിന് വരണമെന്ന് അറിഞ്ഞിരുന്നത് ഇതിനകത്ത് എന്തൊക്കെ ചേർത്തെന്ന് പറയാതിരിക്കാൻ വേണ്ടി അളിയെ നേരത്തെ അടിച്ചു വെച്ചോളാം. നമ്മൾ വരുമ്പോ അജീഷ് എന്തായാലും ചോദിക്കില്ല ഇതിലെന്തൊക്കെ. അപ്പൊ ലാലേട്ട ഇതുവരെ ഇങ്ങനെ പിടിച്ച് ലാലേട്ടന്റെ കൈപ്പുണ്യം അത് ആളുകൾക്ക് ഒന്നും പുറത്ത് പറയില്ല. പുറത്ത് പറയണല്ല, ചിലര് പറയും അത് കൈപ്പുണ്യായിട്ടാണ് പുറത്ത് പറയണത്. പക്ഷെ ഇയാളെ യഥാർത്ഥ സ്വഭാവം എനിക്കല്ലേ അറിയാം. ഇത് കുശുമ്പ് വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പോയില്ലേ, ഇതിന്റെ സീക്രട്ട് പോയില്ലേ. ഇവിടെ മൊയില് നല്ല മൂവ്മെന്റ് ഉള്ള, പിന്നെ ഈ ബാക്കിയുള്ള ഈ വീക്ഷ ഐറ്റംസ് കുറെ എല്ലാം ഉണ്ട്. പിന്നെ അജീഷ് മൊയില് കൊടുത്ത ഒരു പ്ലേറ്റ് എടുത്താൽ ബാക്കി നമ്മളെ ഐറ്റങ്ങളെല്ലാം അവിടെ ഉണ്ട്. ഓക്കെ, എല്ലാ സാധനവും കഴിക്കണം. ഈ മൊയിലും ഇവിടെ കൂട്ടിയിട്ട് ഇവിടെ മതി. ഈ മൊയിലിന്റെ കൂടെ പിടിക്കാനുള്ള സാധനം എന്താണ്? പൊറോട്ട ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, ദോശയുണ്ട്. കിഷോറിന്റെ ഒരു സജഷൻ എന്താണ്? അതെ, നിനക്ക് പൊറോട്ടയല്ലേ ഇഷ്ടം? നമ്മൾ എന്തും കഴിക്കും. അപ്പൊ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഞാൻ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മൊയിലും കൂടെ കൊണ്ടുപോകാം. മൊയിലും കൂടെ കൊണ്ടുപോകാം. ഓക്കെ, ഇതുവരെ എനിക്ക് എൻട്രി ഉള്ളൂ. കാര്യം ഞാൻ ഇതെല്ലാം ടേസ്റ്റ് ചെയ്ത് മടുത്തല്ല വയ്യ. ജനം തന്നെ പറഞ്ഞൂടെ നിനക്ക് വേറെ ഒരു ജോലി ഇല്ല. അപ്പൊ എന്തായാലും 24 പ്രേക്ഷകരെ 24 പ്രേക്ഷകരെ ഭാരതമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അമരവിള കള്ള് ഷാപ്പിൽ നല്ല മനോഹരമായ ഭക്ഷണം കഴിച്ച് എല്ലാവരും കൂടെ സന്തോഷമായിട്ട് പിരിയാം. ഓക്കെ, നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കിഷോറിന്റെ സ്റ്റൈലിൽ തന്നെ നോക്കിയാലോ? ഓക്കെ, പിൻഗാമി. ഓക്കെ, വാ ലാലേട്ടൻ വാ, കമ്പനിക്ക് വാ. ഒരു കമ്പനിക്ക് കളം നിറഞ്ഞു. മുയലളിച്ചും കൂടെ വന്നപ്പോൾ എല്ലാം സെറ്റായി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഷപ്പിലെ കറിയും നാവിലെ രുചിയിലെയും കഴിഞ്ഞു പോയി. ഇതൊക്കെ തന്നെ ധാരാളം. ഇനി ഓരോന്ന് സെപ്പറേറ്റ് ഒക്കെ ഒന്ന് പറഞ്ഞു എന്തൊക്കെയാണ് അതിന്റെ സാധനങ്ങൾ? മുയല്, കപ്പ, പൊറോട്ട, ദോശ, ഇടിയപ്പം, അപ്പം, ചപ്പാത്തി. ഇത് ബീഫ്. ഓക്കെ, ഇത് പോത്ത് റോസ്റ്റ്. ഓക്കെ, ഇത് ചിക്കൻ പെരട്ടെണ്ണ. ഇത് മുയല്. അല്ല, ഇത് നമ്മുടെ പോർക്കല്ലേ? ഇത് പോർക്ക്. മുയൽ ഇവിടെ ഉണ്ട്. പിന്നെ അത് ഞണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എല്ലാ ദിവസവും ഇവിടെ ഉണ്ട് ഈ സാധനങ്ങളെല്ലാം. ഇതെല്ലാം ലാലേട്ടന്റെ കയ്യിപ്പ് പതിഞ്ഞ സാധനങ്ങളാണ് എല്ലാം. ലാലേട്ടൻ ഇപ്പൊ 40 വർഷമായി ഈ ഫീൽഡിൽ. ഷാപ്പിൽ തന്നെയാണ് തുടക്കം. അപ്പൊ ഈ അതായത് കൊച്ചു 14 വയസ്സ് തൊട്ട് തുടങ്ങിയതാണ് ഈ ഷാപ്പിൽ എരിവ് കയറ്റിയിടുന്നുള്ള രീതി. അതൊക്കെ ഉള്ളതാണ് കള്ള് കുടിക്കാനായിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ കിഷോറേട്ടന്റെ ഒരു രീതിയുണ്ട് ഷോയിലേക്ക്. അതായത് കിഷോറേട്ടൻ ഇങ്ങനെ മീനിന്റെ തലക്കറിയൊക്കെ എടുത്ത് ഇങ്ങനെ കപ്പയിലേക്ക് ഒഴിക്കും. ഒഴിച്ചാണ് രീതി. ആ രീതി നമുക്ക് അങ്ങനെ തുടങ്ങിയാലോ? വർഷങ്ങളായിട്ട് തുടങ്ങിയല്ലോ, നമ്മുടെ ആശാന്മാരാ. അതുകൊണ്ടാണ് കിഷോറേട്ടൻ പ്രൈമിൽ വരാത്തത്. നമുക്കിത് അല്ലാതെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഒഴിക്കുന്നത് ഇത്തിരി കനമുള്ളതാണ്, വലിയ ക്വാണ്ടിറ്റിയിലാണ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും ആശീർവാദത്തോടു കൂടി ടേസ്റ്റ് ചെയ്യാണ്. കപ്പയും മീൻകറി പിന്നെ പറയേണ്ട ആവശ്യമില്ല. കിടില മീൻകറി കേട്ടോ. തലക്കറി, സോറി. പിന്നെ എന്നാലും പറയുമ്പോൾ ഇനി നമ്മുടെ ലാലേട്ടൻ്റെ സ്പെഷ്യൽ മുയൽ മാത്രമായിട്ടൊന്ന് കിടില സാധനം. കിടില മുയൽ സൂപ്പർ, ഒന്നും പറയാനില്ല. താറാവും കുട്ടി എല്ലാം കൂടെ കഴിച്ചിട്ടേ അതിൻ്റെ കൂട്ട് മാത്രം മതി. സാധനം. എന്തായാലും 40 വർഷം ഈ ഫീൽഡിലുള്ള ആളുടെ കൈപ്പുണ്യത്തെ പറ്റി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അതായിട്ട് ഗംഭീരമായിട്ടുണ്ട്. ഓക്കെ, വാടാ രാവിലെ വാ ചുമ്മാ വാ, നീ വാ. അവിടെ ഒന്ന് കൊതി വിട്ട് അവന് സംസാരിക്കാൻ വയ്യ.
വാ 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 സംഭവം എങ്ങനെയുണ്ട്? ഇനി ജിനുവണ്ണന് കൊടുക്കട്ടെ ക്യാമറ. ജിനുവണ്ണ ഇവിടെ തമിഴ് ഭാഷയിലെ ചില വാക്കുകളൊക്കെ ഇപ്പം ജിനുവണ്ണ ക്യാമറയുടെ പുറകെ നിന്ന് പറഞ്ഞു തുടങ്ങി. ജിനുവണ്ണ വാ വാതറ വാതറ. എന്തായാലും ഇത് കാണുന്ന പ്രേക്ഷകർ ഒരിക്കലെങ്കിലും തിരുവനന്തപുരത്തുള്ളവരാണെങ്കിലും അത് പുറത്ത് മറ്റു ജില്ലകളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നവരാണെങ്കിലും ഒരിക്കലെങ്കിലും ഇവിടെ വരിക. പിന്നല്ല എല്ലാവരും വരിക. അപ്പം ജിനുവിനൊപ്പം അജീഷ് ജയകുമാർ, 24. അമ്പോ, അപ്പോൾ അമരവിളയിലെ ആ ഷാപ്പ് രുചി അത് പൊളിയാണ്. അപ്പോൾ ഒരുപാട് പ്രേക്ഷകരെ കിഷോറേട്ടൻ്റെ കാര്യം പറയുന്നുണ്ട്. നേരത്തെയുള്ള കിഷോർ ചെയ്ത പ്രോഗ്രാമും കിഷോറേട്ടൻ ചെയ്ത പ്രോഗ്രാമൊക്കെ കുറിച്ച് ഒരുപാട് പേര് പറയുന്നുണ്ട്. ആ പ്രോഗ്രാം പെട്ടെന്ന് ഓർമ്മ വന്നു എന്ന് പറയുന്നു. എനിക്ക് ഏഷ്യാനെറ്റ് പ്ലസിലാണ് വരുന്നു അദ്ദേഹത്തിൻ്റെ ആ പ്രോഗ്രാം ഉണ്ടായത്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അജീഷിനോട് പ്രത്യേകമായിട്ട് മോനിഷ പറയുന്നു, ഒരു വലിയ ടാങ്ക് വെള്ളം കരുതി വെച്ചോളൂ മച്ചാന്മാരെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അജീഷിനും കൂട്ടരും ഒന്ന് കരുതിയിരുന്നു എന്ന് ആണ്. ഇത്രമാത്രം കൊതി കൂട്ടിയിട്ട് ഇനി ഈ കാര്യം അത് ഉറപ്പാണ് എന്നാണ് പറയുന്നത് നമ്മുടെ പ്രേക്ഷകർ. അപ്പം രുചിയെപ്പറ്റി പറയേണ്ട, നാക്കിൽ വെള്ളം ഊറുമെന്ന് മനോജ് കുമാർ പറയുന്നു. അപ്പോൾ ചേട്ടാ എന്നോട് ദൈവം ചോദിക്കുന്നു മോനിഷ പറയുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് കൊതിപ്പിച്ചിട്ടാണ് പ്രേക്ഷകരുടെ ഈ ഒരു ഇത്തരത്തിലുള്ള കമൻറ്റുകളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മിനി ബാബു ഒന്ന് കണ്ടു, വയറ് നിറഞ്ഞു എന്ന് പറയുന്നുണ്ട്. എനിക്ക് ദോശ ഞണ്ട് കറി മതി എന്ന് റീന സതീശൻ പറയുന്നു. അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും വന്ന് എനിക്കും കൊതി കൂടിയിട്ടുണ്ട്, എനിക്ക് വിശക്കുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്ത് ഞാൻ നേരെ കഴിക്കാൻ പോവാണ്. കഴിക്കാൻ ബാക്കിയുള്ള പ്രേക്ഷകർ പെട്ടെന്ന് പോയി ഭക്ഷണം കഴിക്കും.